ഇൻവെസ്റ്റർ ഉമ്മയാണ്. ഉമ്മാൻ്റെ പൈസ എടുത്തിട്ട് കടം മേടിച്ചിട്ട് സ്വർണ്ണമൊക്കെ വിറ്റിട്ടൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം 8 നിലയിൽ പൊട്ടി. ഒരു ബിസിനസ്സുകാരനാവണമെന്നുള്ളൊരു ആഗ്രഹം, ഒരു ഓൺടർപ്രണർ ആവണമെന്നുള്ളത് ഏകദേശം എനിക്ക് നന്നായിട്ട് മൈൻഡിൽ ഉണ്ട്. പിന്നെ എങ്ങനെ ഒരു ഓൺടർപ്രണർ ആവണം എന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പല ജോലികളും ചെയ്തു. 18-19 വയസ്സായ സമയത്ത് ബാംഗ്ലൂരിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി. ഒന്നാമത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. രണ്ടാമത് ഞാനൊരു ഇനഫ് റിസർച്ച് ഒന്നും ചെയ്യാണ്ടാണ് തുടങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോലും നേരെ പോലെ സംസാരിക്കാൻ അറിയില്ല. ഞാൻ ഒന്ന് പഠിക്കുന്ന കാലമാണ്. അപ്പം എനിക്ക് പഠനം സോൾവ് ചെയ്യണം, എന്നാൽ ഒരു ഇൻകം വേണം, പഠനവും നടക്കും. ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കും, OLX വിൽക്കും. ഇതായി ബിസിനസ് കുറേ കാലം. അത് ആർബിട്രേജുമ്പോൾ പൈസ ഉണ്ടാക്കാന്നുള്ളത് മനസ്സിലാക്കി. വെള്ളിയാഴ്ച ഫ്രൈഡേ മാർക്കറ്റ് പോകും, സാധനങ്ങൾ എടുക്കും, OLX അതിൽ മറിക്കും. പേഴ്സണൽ ഫൈനാൻസ് ഇമ്പോർട്ടൻ്റ്. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കയ്യിൽ അത്യാവശ്യം സേവിങ്സ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫാമിലി പ്രഷറും ബിസിനസിന്റെ പ്രഷറും ഒക്കെ കൂടെ ആയാൽ എവിടെയും മൂവ് ആവില്ല എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത്തത്, ഒരു ബിസിനസ്സിൽ അത്യാവശ്യം പഠിക്കാണ്ട് എടുത്ത് ചാടരുത് എന്നുള്ളതും മനസ്സിലായി. ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ എന്നുള്ളത്. അതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ വരെ നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളും ആ 2 ലെസണാണ് അതിന് കിട്ടിയത്.